വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ അഞ്ജലി. തമിഴിൽ കണ്ടതുപോലെ തന്നെ എൻ്റെ ടീച്ചിങ് കരിയറിലേക്കുള്ള ജേർണി എങ്ങനെയാണ്, ഞാൻ ആഗ്രഹിച്ചിട്ടാണോ ടീച്ചിങ് പ്രൊഫഷനിലേക്ക് എത്തിയത്, അതോ എന്തെങ്കിലും കാരണം ഉള്ളതുകൊണ്ടാണോ ഞാൻ എത്താനുള്ളത്, റീസൺ, ഇതൊക്കെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എൻ്റെ സ്റ്റോറി കേൾക്കാൻ നിങ്ങൾ റെഡിയല്ലേ? അപ്പോൾ എഗെയിൻ ഞാൻ വെൽക്കം ചെയ്യാണ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ സ്കൂൾ ഡേയ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് ഞാൻ പഠിച്ചത് എൻ്റെ LP കാലഘട്ടമൊക്കെ ട്രിവാൻഡ്രത്തായിരുന്നു. അവിടെ ഒരു CBSE സ്കൂളായിരുന്നു. അവിടെ ഒരു കാര്യം ഉണ്ടായിരുന്നു, അവിടുത്തെ പ്രിൻസിപ്പൾ ഇന്നത്തെ പൃഥ്വിരാജിൻ്റെ അമ്മയുടെ ചേച്ചിയായിരുന്നു. ലളിത കത്ത്, അതായത് മല്ലിക സുമാരൻ എന്ന് പറയുന്ന മാഡത്തിൻ്റെ ചേച്ചിയായിരുന്നു ആ സമയത്ത് എൻ്റെ പ്രിൻസിപ്പൾ. ഞാൻ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് എൻ്റെ ഒരു LP കാലഘട്ടം അവിടെ കഴിഞ്ഞു. പിന്നെ ഞാൻ എറണാകുളത്തേക്ക്, എൻ്റെ പപ്പയ്ക്ക് ജോലി സംബന്ധമായിട്ട് എറണാകുളത്തേക്ക് വരേണ്ടി വന്നു. അവിടെ അമ്മയ്ക്കും ജോലി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ അനിത വിദ്യാലയ പബ്ലിക് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അത്യാവശ്യം നല്ല രീതിയിൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്കൂൾ തന്നെയായിരുന്നു. എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും, അതായത് ഫിനാൻഷ്യലി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്താണെങ്കിൽ പോലും എൻ്റെ അമ്മയും പപ്പയും എന്നെ നല്ല സ്കൂളിലായിരുന്നു പഠിപ്പിച്ചത്. അതുകൊണ്ട് ഞാൻ അവരോട് ഇപ്പോഴും എനിക്ക് ഒരു ലാംഗ്വേജിൽ വലിയ സംഭവം എന്നൊന്നും ഞാൻ പറയുന്നില്ലെങ്കിൽ പോലും എനിക്ക് ലാംഗ്വേജിൽ കോൺഫിഡൻസോട് കൂടി എനിക്കൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടിയത് എൻ്റെ ഈ ലാംഗ്വേജ് കാരണമാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്ന അത് എല്ലായിടത്തും എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അത് കിട്ടാനുള്ള മെയിൻ റീസൺ എന്നെ നല്ലൊരു സ്കൂളിൽ പഠിപ്പിച്ചതുകൊണ്ടാണ്. അവരുടെ ആ ഒരു എന്താ പറയുക, നമ്മളെ അത്രയധികം ട്രെയിൻ ചെയ്തിട്ട് അത്രയധികം സ്ട്രിക്റ്റായിട്ട് ഇംഗ്ലീഷ് പറയണം, സ്കൂളിൽ ഇംഗ്ലീഷ് പറയണം, മസ്റ്റാണ് എന്നുള്ള ആ ഒരു സ്ട്രിക്ട്നെസ് കാരണമാണ് സ്കൂളിൽ വെച്ചിട്ട് ഇംഗ്ലീഷ് പറഞ്ഞിട്ടും അല്ലാതെ വീട്ടിൽ വെച്ചിട്ട് പറഞ്ഞിട്ടും അങ്ങനെ അത് നിർബന്ധ ബുദ്ധി ആയതുകൊണ്ട് മാത്രമാണ് അത് ഇത്രയും കോൺഫിഡൻസിൽ പറയാനുള്ളൊരവസ്ഥ എനിക്കുണ്ടായിട്ടുള്ളത്. ഞാൻ എൻ്റെ +1 +2 അനിത വിദ്യാലയത്തിൽ തന്നെയാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് എന്താ പറയുക, നല്ല നല്ല മൊമെൻറ്റ്സ് തന്നിട്ടുള്ളൊരു സ്കൂളായിരുന്നു എൻ്റെ സ്കൂള്. എൻ്റെ അവിടുത്തെ ടീച്ചേഴ്സിനെയും എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അപ്പോൾ ആ ഒരു ഇടയിലാണ് ഈ സെമിനാർ പ്രസൻറ്റ് ചെയ്യുക എന്ന് പറയുന്നൊരു സംഭവം. അതായത് ക്ലാസ് എടുക്കുന്ന രീതിയിലൊരു സെമിനാർ പ്രസൻറ്റേഷൻ +1 +2 സയൻസ് ബാച്ചുകാർക്ക്, അത് എല്ലാ ലെസൺസിനും അത്യാവശ്യം സെമിനാർ പ്രസൻറ്റേഷൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ സെമിനാർ പ്രസൻറ്റേഷൻ സാധാരണ നോക്കി വായിക്കുന്ന ഒരു രീതിയായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ എന്നറിയില്ല, എനിക്ക് ബോട്ടണി സബ്ജക്റ്റിനോട്, ആ ഒരു ടോപ്പിക്കിനോട് ഇഷ്ടമായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അത് കാണാതെ പഠിച്ചു. അതായത് സെമിനാർ പ്രസൻറ്റേഷൻ്റെ അന്ന് കാണാതെ പഠിച്ച് അത് എനിക്ക് ഒരു ചാർട്ടൊക്കെ വെച്ചിട്ട് വേറെ ഒന്നും നോക്കാതെ എൻ്റേതായ രീതിയിൽ പറയാനുള്ളൊരു ട്രെയിനിങ് ഞാൻ വീട്ടിൽ നിന്ന് നടത്തി. അത് ഒരു എന്താ പറയുക, ക്ലാസ് എടുക്കുന്ന രീതിയിലുള്ളൊരു അങ്ങനെയൊന്നും വേണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല. പക്ഷെ എന്തുകൊണ്ടോ ആ ഒരു പ്രസൻറ്റേഷൻ, ആ ഒരു ദിവസമാണ് എനിക്ക് ഒരു എന്താ പറയുക, ഒരു പബ്ലിക് സ്പീക്കർ ആവാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ടീച്ചിങ് എന്ന് പറയുന്ന ഒരു സംഭവം എൻ്റെ ഉള്ളിലുണ്ട് എന്ന് എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. അപ്പോൾ ആ സെമിനാർ പ്രസൻറ്റേഷനിൽ ടീച്ചർ എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു. എല്ലാവരും എഴുന്നേറ്റ് ക്ലാപ്പ് ചെയ്തു. അതായത് ഒരു പേടി കൂടാതെയും അത്രയ്ക്കും കോൺഫിഡൻസോട് കൂടി പറഞ്ഞിട്ടുള്ളൊരു സെമിനാറായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പൂർണിമ എന്ന് പറഞ്ഞിട്ടുള്ള ടീച്ചറായിരുന്നു എൻ്റെ ബോട്ടണി ടീച്ചർ. ടീച്ചർ എന്നോട് പറഞ്ഞു, എന്നേക്കാൾ നന്നായിട്ട് അഞ്ജലി ക്ലാസ് എടുക്കാൻ അറിയാം, അങ്ങനെ പറഞ്ഞു. അപ്പം എനിക്കത് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ് ശരിക്കും എനിക്ക് തന്നത് ആ ടീച്ചറിൻ്റെ ആ ഒരു വാക്കുകൾ. അതും +1 +2 ആ സമയത്ത് നമുക്ക് അങ്ങനെ ഒരു ഇത് നമ്മുടെ സ്വന്തം ടീച്ചറിൻ്റെ വായിൽ നിന്ന് കേൾക്കുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമല്ലേ. പിന്നെ 10ാം ക്ലാസ് വരെ ഞാൻ ഈ പൈസയുടെ ബുദ്ധിമുട്ട്, ഞാൻ പറഞ്ഞല്ലോ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ടൂറൊന്നും പോകാൻ വേണ്ടിയിട്ട് എൻ്റെ പാരൻസിനെ ബുദ്ധിമുട്ടിക്കാറില്ല. അതായത് സ്കൂൾ ടൂറുള്ള സമയത്ത് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പോയിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ പോയിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ 4th സ്റ്റാൻഡേർഡിൽ ഹിൽ പാലസിലേക്ക്, അന്ന് വെറും 100 രൂപ ഉണ്ടായിരുന്നുള്ളൂ, അങ്ങനെ ഞാൻ പോയിട്ടുണ്ട്. പിന്നെ 10 രൂപയ്ക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് വേളി ശംഖുമുഖം, അന്ന് ചെറിയ കുട്ടികൾക്കുള്ള ആ ഒരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പോയിട്ടുള്ളൂ. അല്ലാതെ 10ാം ക്ലാസ്സിന് ടൂർ പോകണം പപ്പ എന്ന് ഞാൻ പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. കാരണം പപ്പയ്ക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാതിരുന്നത്. പക്ഷേ +1 +2 എത്തിയ സമയത്ത് എനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോഴും എനിക്ക് അങ്ങനെ എന്താ പറയുക,
പോവുക മാത്രമല്ലല്ലോ, അല്ലാതെയുള്ള കുറച്ച് പോക്കറ്റ് മണി കാര്യങ്ങളൊക്കെ വേണ്ടേ. അപ്പം എല്ലാത്തിനും പപ്പേനെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതിയിട്ട് ഞാൻ എനിക്ക് എന്തെങ്കിലും ഒരു മാർഗം എനിക്ക് എവിടുന്നാ ഞാനിങ്ങനെ. അപ്പോൾ എനിക്ക് അത്രയും കൂളായിട്ട്, എനിക്ക് അത്രയും ഫ്രീ ആയിട്ട് എനിക്കിതെല്ലാം എൻ്റെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് സാധിക്കാൻ എങ്ങനെയാണ് പറ്റുക എന്നുള്ളൊരു ചിന്തയായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കുറച്ച് ചെറിയ ചെറിയ മക്കൾ, അതായത് അവരുടെ ഞാൻ അമ്പലത്തിൽ പോകുന്നത്, നമ്മുടെ ശൃംഗേരി മഠം ഉണ്ടായിരുന്നു, ആ അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്ക് കുറച്ച് ചെറിയ മക്കളൊക്കെ ഉള്ളൊരു ഏരിയ ഉണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു സ്ത്രീ വന്നിട്ട് അമ്മയോട് ചോദിച്ചു, മോള് ക്ലാസ് എടുക്കുമോ അല്ലെങ്കിൽ ട്യൂഷൻ എടുക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ +2 പഠിക്കുന്ന സമയത്ത്. അങ്ങനെ 3-4 പേരിൽ തുടങ്ങിയിട്ടുള്ള എൻ്റെ ടീച്ചിങ് കരിയറാണ് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. അതാണെന്ന് ഓർക്കണം. അപ്പോൾ വെറും 200 രൂപയാണ് എൻ്റെ ട്യൂഷൻ ഫീസ്. അപ്പോൾ അങ്ങനെ അവർക്ക് ട്യൂഷൻ എടുത്തുകൊണ്ടാണ് ഞാൻ എൻ്റെ ടീച്ചിങ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഈ മക്കൾക്ക് ഞാൻ ട്യൂഷൻ എടുക്കുമ്പോൾ ഞാൻ എന്ന് പറയുന്ന എൻ്റെ ടീച്ചർ കൂടുതൽ റെസ്പോൺസിബിൾ ആവുകയും എനിക്ക് പഠിപ്പിക്കാൻ എത്രത്തോളം പറ്റും, ഏതൊക്കെ സബ്ജക്റ്റ് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അങ്ങനെ ഞാൻ അവിടെ എല്ലാ സബ്ജക്റ്റും ഞാൻ ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങി. പിന്നെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത് മലയാളമായിരുന്നു പഠിപ്പിക്കാൻ. അത് വേറൊന്നുമല്ല, എനിക്ക് മലയാളം പൊതുവേ കുറച്ച് ടഫായിട്ടുള്ള സബ്ജക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ മലയാളം ഒഴികെ ഞാൻ ബാക്കി എല്ലാ സബ്ജക്റ്റും പഠിപ്പിക്കുമായിരുന്നു. ഹിന്ദി അറിയായിരുന്നു, മാത്സ്, ബാക്കി സയൻസ് എല്ലാം പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞാനത് കണ്ടിന്യൂ ആയിട്ട് ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു മോനും ഒരു മോളും, അത് സച്ചു 6ാം ക്ലാസ്സിൽ, സാനിയ 4ാം ക്ലാസ്സിൽ. ആ സമയത്ത് ഞാൻ അവരെ വീട്ടിൽ പോയി ട്യൂഷൻ എടുത്ത്. അതുമാത്രമല്ല, താഴത്ത് പാർവതി എന്ന് പറയുന്നിട്ടുള്ള വേറൊരു പെൺകുട്ടി, അങ്ങനെ 3, അത് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ കോളേജിൽ പോയി. കോളേജിൽ നിന്ന് വിട്ട് വരുമ്പോൾ ഇവരുടെ വീട്ടിൽ നിന്ന് ട്യൂഷൻ എടുത്തിട്ടാണ്. അന്ന് എല്ലാ സബ്ജക്റ്റിനും കൂടി 500 റുപ്പീസ് ആയിരുന്നു. അതുമാത്രമല്ല, എൻ്റെ സന്തോഷം എന്ന് പറയുന്നത്, അവർ മുസ്ലിംസ് ആയിരുന്നു, സച്ചു സാനി. അതുകൊണ്ട് തന്നെ അവർ ഈ പെരുന്നാളിന് ഒക്കെ എനിക്ക് എക്സ്ട്രാ തരുമായിരുന്നു. പിന്നെ വൈകുന്നേരം നോമ്പ് തുറക്കുന്ന സമയത്തുള്ള എൻ്റെ ചെറിയ ചെറിയ ഓർമ്മകൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഷെയർ ചെയ്യുന്നു മാത്രം. ഇതൊന്നും അത്ര വലിയ, എനിക്ക് ഭയങ്കര സംഭവങ്ങളായിരുന്നു ആ സമയത്ത്. അപ്പോൾ വൈകുന്നേരം സ്നാക്സ് അങ്ങനത്തെ ഒക്കെ ഓരോന്നും. പിന്നെ അതിപ്പോൾ പാറുവിൻ്റെ അമ്മയായാലും സച്ചു സാനിയ അവരുടെ അമ്മയായാലും എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു, മോളെ എന്ന് വിളിച്ചിട്ട്. പിന്നെ ഇവരുടെ എക്സാമിൻ്റെ സമയത്ത് ഞാൻ രാവിലെ തന്നെ എൻ്റെ വീട്ടിലേക്ക് വരുമായിരുന്നു ഇവർ. ചേച്ചി വാ ചേച്ചി പഠിക്കണ്ടേ എന്ന് ചോദിച്ചിട്ട് എന്നെ ഉറക്കി എഴുന്നേൽപ്പിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് കൂട്ടിക്കൊണ്ടുപോകുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു രസമായിരുന്നു. അപ്പോൾ എനിക്ക് പഠിപ്പിക്കാൻ ഇഷ്ടമായി. പിന്നെ എനിക്ക് പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഈ ട്യൂഷൻ എടുത്തതിൻ്റെ പൈസയും കൊണ്ട് ഞാൻ ടൂറ് പോയി. പപ്പ എനിക്ക് പൈസ തന്നിരുന്നു ടൂർ പോകാൻ വേണ്ടിയിട്ട്. അതുകൂടാതെ പോക്കറ്റ് മണിക്കൊക്കെ എനിക്ക് ഇങ്ങനെ ട്യൂഷൻ എടുത്ത പൈസയിലാണ് ഞാൻ പോയത്. അങ്ങനെ ഇതൊക്കെയായിരുന്നു മെയിൻ റീസൺ ഒരു ടീച്ചിങ് കരിയറിലേക്ക്. പിന്നെ ഞാൻ B.Ed ഞാൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാനിവിടെ തിരൂരെത്തി. ഇവിടെ ഒരു സ്കൂളിൽ ഞാൻ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു റെമഡിയൽ ടീച്ചറായിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അതായത് സ്പെസിഫിക് സബ്ജക്റ്റ് എന്നൊന്നുമില്ല. അതായത് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്ലോ ലേണേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് റെമഡിയൽ മെഷേഴ്സ് കൊടുക്കുകയും അവർക്ക് അക്ഷരങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അവരെ വായിക്കാൻ പഠിപ്പിക്കുകയും ട്രെയിൻ ചെയ്യിക്കുകയും ഒക്കെയായിരുന്നു. ബേസിക്സ് പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു സ്കൂളിൽ ജോയിൻ ചെയ്യുമ്പോൾ തൊട്ടുള്ള എൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിലൂടെ ഞാൻ സ്ലോ ലേണേഴ്സിനെയും ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് പറ്റി എന്നുള്ളതാണ്. പിന്നെ എൻ്റെ ഈ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് ചില ആൾക്കാർ പറയുന്ന ചില കാര്യങ്ങളാണ്. അതായത് ഞാൻ കുറച്ച് കൊഞ്ചിയാണ് സംസാരിക്കുന്നത് എന്നുള്ളത്. പക്ഷേ പിന്നെ അതും ഒരു നെഗറ്റീവ് ഫോൾട്ടായിട്ട് എൻ്റെ ഫ്രണ്ട്സ് എന്നോട് പറയുമായിരുന്നു, നീ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ ക്ലാസ്സൊക്കെ നല്ലതാണ് അഞ്ജു, പക്ഷേ നിൻ്റെ ഈ സംസാരിക്കുമ്പോൾ കുറച്ച് ഇങ്ങനെ കൊഞ്ച്. പിന്നെ ഞാനത് കുറച്ചും കൂടി ഒന്ന് ഹാൻഡിൽ ചെയ്ത് കുറച്ചുകൂടി ഒന്ന് എൻ്റെ സൗണ്ടിലൊരു സ്ട്രിക്ട്നെസ് വരുത്താനൊക്കെ തുടങ്ങി. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് സ്ട്രിക്ട്നെസ് അല്ല, ക്ലാസ് എടുക്കുമ്പോൾ അവർക്കത് കിട്ടുന്ന രീതിയിൽ കുറച്ചൊന്ന് പ്ലസൻ്റായിട്ട്
കുറച്ചൊന്ന് സ്ട്രോങ് ആയിട്ടും ക്ലാസ് എടുക്കാൻ ഞാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് കുറേ വേറെ വേറെ ക്ലാസ്സുകൾ, വേറെ വേറെ സബ്ജക്ട്സുകൾ, അങ്ങനെ എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ടീച്ചിങ് കരിയറിലൂടെ കിട്ടി. ഈ ടീച്ചിങ് പ്രൊഫഷൻ എനിക്ക് തന്നിട്ടുള്ളൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കല്യാണത്തിന് മുമ്പ് കുട്ടികളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് അവർ എൻ്റെ സിസ്റ്റേഴ്സ് പോലെ, അതായത് എനിക്ക് അത്ര പ്രായമില്ലല്ലോ, അപ്പം ആ ഒരു എനിക്ക് എൻ്റെ അനിയന്മാരെ അനിയത്തിമാരെ പോലെ ഞാൻ അവരെ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം എനിക്ക് വന്നൊരു മാറ്റം എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രായം കൊണ്ടുള്ള മാറ്റമല്ല, എൻ്റെ മക്കളെന്ന് ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളെ ഞാൻ പറയാറുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മോനായതിനു ശേഷം ഞാനെന്ന് പറയുന്ന അമ്മയുടെ എഫേർട്ടും കെയറിങ്ങും എൻ്റെ ഉള്ളിലുള്ള ഭയം, പിന്നെ കോൺഷ്യസ്നെസ് എല്ലാം, എൻ്റെ മോനെ ഭാവിയെ കുറിച്ച് ഓർത്തിട്ടുള്ള എൻ്റെ തിങ്കിങ്, തോട്ട്സ്, കാര്യങ്ങളൊക്കെ ഞാൻ പാരൻസിൻ്റെ മൈൻഡ് സെറ്റ് വെച്ച് ഞാൻ റിലേറ്റ് ചെയ്യും. അതായത് എന്നെപ്പോലെ തന്നെ ആയിരിക്കില്ലേ അവർ എന്ന് ഞാൻ ആലോചിക്കും. അതിപ്പോൾ ഒരു പനി വരുമ്പം ആർക്കെങ്കിലും, ഇപ്പോൾ കുട്ടികൾക്ക് ആർക്കെങ്കിലും ഒരു പനി വരുമ്പോൾ പോലും, അയ്യോ എനിക്ക് എൻ്റെ മോന് പനിച്ചാൽ ഞാൻ അനുഭവിക്കുന്ന വിഷമം തന്നെയല്ലേ ആ കുട്ടിയുടെ പാരൻറ്റിനുണ്ടാവുക. അപ്പോൾ ഞാൻ എക്സ്ട്രാ കെയറിങ് ഞാൻ അവിടെ കൊടുക്കും. അതായത് എനിക്ക് എൻ്റെ സ്വന്തം മക്കളെ പോലെ തന്നെ ഞാൻ അവിടെ കാണും. അപ്പോൾ എനിക്ക് സ്വന്തം മക്കളെ, എൻ്റെ മോനെ പോലെ തന്നെ അതിന് തുല്യമായിട്ട് തന്നെ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളെ ഞാൻ കാണാറുള്ളൂ. അപ്പോൾ അവിടെ ഒരു ആരോടും വ്യത്യാസം എന്ന രീതിയിൽ ഞാൻ ആരോടും ബിഹേവ് ചെയ്യാറില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ തന്നെ ഞാൻ മാക്സിമം അവരുടെ കൂടെ എൻജോയ് ചെയ്യാറുണ്ട്. അതിപ്പം പ്രായത്തിൻ്റെ പക്വത അനുസരിച്ച്, ഇപ്പോൾ അഡോളസെൻസ് ആയിട്ടുള്ള കുട്ടികളെ കൂടെ അവരെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ വളരെ ചെറിയ കുട്ടികളെയും കൂടി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ മക്കൾക്കും പല രീതിയിലുള്ള ഇഷ്ടങ്ങളാണ് നമ്മളോട്. അതായത് ഈ അഡോളസെൻറ്റ് പ്രായമുള്ള കുട്ടികൾ നമ്മളൊരു ഫ്രണ്ട്ലി ടച്ച്, അത് കുറച്ചും കൂടി ഫ്രീഡം അവർ ആഗ്രഹിച്ച് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. ബിക്കോസ് ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ടീച്ചർ അല്ലാത്തതുകൊണ്ട് അവർ കുറച്ചും കൂടി എന്നെ മാം, അഞ്ജലി മിസ്സേ ഞാൻ എന്താണ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു വേ ഓഫ് ടോക്കിങ് അവരെന്നോട് ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ ഓവർ ഫ്രീഡം എടുക്കുക എന്നല്ല, അവർക്കൊരു സ്പേസ് തരുന്നൊരു ടീച്ചറെ പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ചെറിയ മക്കൾക്ക് ഞാൻ അവരെ കേൾക്കാനും അവരുടെ കൂടെ കളിക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന പോലത്തെ ഒരു ടീച്ചറാവുന്നതുപോലെ എനിക്ക് തോന്നാറുണ്ട്. എന്നാൽ ഞാൻ സ്ട്രിക്റ്റാണ്. എനിക്ക് അവരോട് കളിക്കാൻ ഇഷ്ടമാണ്, അവരുടെ കൂടെ ഇരുന്ന് സംസാരിക്കാൻ ഇഷ്ടമാണ്, അവരെ കേൾക്കാൻ ഇഷ്ടമാണ്, അവരുടെ കൂടെ സഞ്ചരിക്കാൻ ഇഷ്ടമാണ്, യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്, അവരുടെ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമാണ്. ഞാൻ ഓരോ നിമിഷങ്ങളും എൻ്റെ മക്കളുടെ കൂടെ, ഞാൻ എൻ്റെ മോൻ്റെ അടുത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ആഗ്രഹിക്കുകയും അവനിലൂടെ ഞാൻ എന്തൊക്കെ ഞാൻ അനുഭവിക്കുന്നു, അതൊക്കെ ഞാൻ പഠിപ്പിക്കുന്ന മക്കളിലൂടെ ഞാൻ അനുഭവിക്കുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും ഒരു നേട്ടം കിട്ടുമ്പം എനിക്ക് എൻ്റെ മോന് കിട്ടിക്കഴിഞ്ഞാൽ അതേ സന്തോഷം തന്നെ ഞാൻ അവരിലും എന്തെങ്കിലും പ്രൈസ് ഒക്കെ കിട്ടുമ്പം, ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് കിട്ടുമ്പം എനിക്ക് സന്തോഷം, അതേ സന്തോഷം തന്നെ എനിക്ക് അവിടെയും വരാറുണ്ട്. ഈ ഒരു മാറ്റം ആസ് എ പേഴ്സൺ ഒരു വലിയ മാറ്റം തന്നെയാണ്. ഞാൻ മാത്രമല്ല, ഈ ലോകത്തുള്ള എല്ലാ ടീച്ചേഴ്സും ഈ ഒരു മെൻറ്റാലിറ്റി ഉള്ളവരായിരിക്കും. അങ്ങനെ അവരെ സ്വന്തം മക്കളെ പോലെ അവർ കരുതുള്ളൂ. അല്ലാത്ത ടീച്ചർമാർ വളരെ കുറവായിരിക്കും. ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇപ്പം എൻ്റെ ടീച്ചേഴ്സിനെ കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെയൊക്കെ അവരെന്തിനൊക്കെ ചീത്ത പറയുന്നു, അവരെന്തിനൊക്കെ നമ്മൾ അഡ്വൈസ് ചെയ്യുന്നു എന്നൊക്കെ ആലോചിക്കുമ്പോൾ എനിക്കിപ്പം അത് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം കുറേ മക്കളൊക്കെ, ചില കുട്ടികളൊക്കെ വന്നിട്ട് മീൻസ് ഞാനിവിടെ വളരെ യങ്ങായിട്ടുള്ള സമയത്ത് കല്യാണം കഴിച്ച് വന്നിട്ട്, ഞാൻ ആ ടൈമിൽ 9th പഠിക്കുന്ന കുട്ടികളെ ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 11 വർഷം എൻ്റെ കല്യാണം കഴിച്ചിട്ട്. അപ്പോൾ ഈ കുട്ടികളൊക്കെ വലുതായി കല്യാണമൊക്കെ കഴിഞ്ഞ കുട്ടികളുണ്ട്. അപ്പോൾ ഇവരൊക്കെ പെട്ടെന്ന് വന്ന് മീറ്റ് ചെയ്ത്, അഞ്ജലി മാം എന്നെ പഠിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ, ഇത്രയും വലിയ കുട്ടികളാകുമ്പോൾ എനിക്ക് എന്താ പറയുക, ഭയങ്കര അവർ വലിയ നല്ല പ്രൊഫഷനിൽ എത്തിയിട്ട് കാണുമ്പോൾ, എന്നാലും അവരുടെ ലൈഫിൽ എന്തെങ്കിലും ചെറിയൊരു സ്പോക്കൺ ഇംഗ്ലീഷ് ആണെങ്കിൽ പോലും ചെറിയൊരു ഒരു ഇൻവോൾവ്മെൻറ്റ് എനിക്ക് ഉണ്ടായിട്ടില്ലേന്ന് ഓർക്കുമ്പോൾ ഐ ഫീൽ പ്രൗഡ്. അപ്പോൾ ഈ ഒരു ടീച്ചിങ് പ്രൊഫഷൻ ഞാൻ മാക്സിമം എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ ടീച്ചിങ് കരിയർ. ഇനി അങ്ങോട്ടും മരണം വരെ ആസ് എ ടീച്ചർ ആയിട്ട് കണ്ടിന്യൂ ചെയ്ത്, എനിക്ക് അങ്ങനെയാണ് താല്പര്യം.
മനസ്സുകൊണ്ട് ഞാൻ എപ്പോഴും അങ്ങനെ തന്നെ പ്രാർത്ഥിക്കാറുള്ളൂ. എപ്പോഴും ഇനിയൊരു ഗവൺമെൻറ് സർവീസിൽ കയറണം എന്നൊക്കെയുണ്ട്. പക്ഷേ എനിക്ക് അതിനനുസരിച്ചുള്ള ഒരു ടൈം, ഞാൻ പറയുന്ന എക്സ്ക്യൂസസ് മാത്രമാണ്, എന്നാലും എനിക്കത് കിട്ടട്ടെ. എന്നെ സർവേഷന് അതിന് അനുഗ്രഹിക്കട്ടെ. നിങ്ങളും പ്രാർത്ഥിക്കണം, നിങ്ങളുടെ സപ്പോർട്ടും ആവശ്യമാണ്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു ടോക്കിങ്, എൻ്റെ ഈ ഒരു സംസാരം, ഞാൻ ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന രീതിയിലാണ് ഞാൻ എൻ്റെ വ്യൂവേഴ്സിനെ ഞാൻ കാണുന്നത്. അപ്പം ഈ ഒരു ടോക്കിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വാല്യുബിൾ കമൻറ്റ്സ് എൻ്റെ അടുത്ത് പറയുക. ഞാൻ എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം, എൻ്റെ വേ ഓഫ് എന്താ വീഡിയോസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ, ഗുഡ് നൈറ്റ്, ബൈ.